പ്രണയത്തിനു പിന്നാലെ ഒന്നിച്ചു താമസിക്കുകയായിരുന്നു കോട്ടയം തിരുവഞ്ചൂരിലെ അഖിലും ഭാര്യയും. യുവതിയുടെ ശരീരത്തിൽ ബന്ധുക്കളുടെ ദുരാത്മാവ് കൂടിയെന്നാരോപിച്ചത് അഖിലിന്റെ മാതാവാണ്. ഇതോടെ മന്ത്രവാദിയെ കൊണ്ടുവന്ന ആഭിചാരക്രിയ നടത്തുകയായിരുന്നു. രാവിലെ 11 തുടങ്ങി രാത്രി 9 വരെ നീണ്ടു ആഭിചാരം. യുവതിക്ക് ബലമായി മദ്യം നൽകി, ബീഡി വലിപ്പിച്ചു, ഭസ്മം കഴിപ്പിച്ചു, ശരീരത്തിൽ പൊള്ളലുമേൽപ്പിച്ചു. ആ ക്രൂരത യുവതി തന്നെ വിവരിക്കുന്നു. രാവിലെ 11 മണിക്ക് തുടങ്ങിയ പൂജ 10 മണിയായപ്പോഴാണ് തീർന്നത്. അവര് പറഞ്ഞ എന്റെ ബീഡി വലിച്ചതിന്റെ പാട് നെറ്റിയെ വന്നത്, തലേ വന്ന്. ഞാൻ എന്റെ മദ്യം കണ്ട് ചോദിച്ച് അതെനിക്ക് അവര് തന്നായിരുന്നു. അവരുടെ അമ്മയും അച്ഛനുമാണ് ഇതിനെല്ലാത്തിനും കാരണം. മാനസിക നിലയിലെ വ്യത്യാസം ശ്രദ്ധിച്ച യുവതിയുടെ പിതാവാണ് പോലീസിൽ പരാതിപ്പെട്ടത്. യുവതി നേരിട്ടത് കൊടും ക്രൂരതയെന്ന് നാട്ടുകാരും പറയുന്നു. ആ മന്ത്രവാദിയാണ് ഇങ്ങനെ ഒരു ബാധ കൂടിയിട്ടുണ്ടെന്നും ഈ ബാധ ഒഴിപ്പിച്ച് കളഞ്ഞെങ്കിൽ ഈ കുടുംബം ഇങ്ങനെ വലിയ വിഷയത്തിലോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞാൽ മന്ത്രവാദിയാണ് ഇവരെ സത്യത്തിൽ കുരുക്കിയത്. അത് ഇന്നതിനൊരു കാര്യങ്ങൾ ചെയ്യണം, ഇന്നതുപോലെയൊക്കെ ചെയ്യണം, എങ്കിലേ ഈ ബാധ ഒഴിഞ്ഞു പോകുള്ളൂ, അങ്ങനെന്തെങ്കിലും നടക്കുകയുള്ളൂ. അങ്ങനെയാണ് ഇത്തരം ഒരു കേസിന്റെ ഇതിലേക്കിട്ട് പോകുന്നത്. മന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും പേരിൽ പരിഷ്കൃത സമൂഹത്തെ പിന്നോട്ടടിക്കുന്ന എത്ര സംഭവങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. 2022 ഒക്ടോബർ 11 കേരളത്തെ നടുക്കിയ ഇലന്തൂർ നരബലി. സാമ്പത്തിക അഭിവൃദ്ധിക്ക് സ്ത്രീകളെ കൊന്ന് ശരീരഭാഗങ്ങൾ ഭക്ഷിച്ചാൽ മതിയെന്ന ഷാഫി എന്നയാളുടെ ഉപദേശം കേട്ടാണ് നരബലിക്ക് ആസൂത്രണം തുടങ്ങിയത്. കൊലപ്പെടുത്തിയത് 2 സ്ത്രീകളെ. മന്ത്രവാദവും ആഭിചാരവും നടത്തി കരുനാഗപ്പള്ളി സ്വദേശിനിയായ തുഷാര എന്ന യുവതിയെ പൂയപ്പള്ളി ചെങ്കുളത്ത് ഭർത്താവും ഭർത്തൃമാതാവും പട്ടിണിക്കിട്ടു കൊന്നത് 2019 മന്ത്രവാദ ചടങ്ങിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചതിന് കൊല്ലം ചടയമംഗലം വൈക്കലിൽ ഭർത്താവ് സജീർ തിളച്ച മീൻകറിയൊഴിച്ച് 36-കാരിയായ ഭാര്യയുടെ മുഖത്തും കഴുത്തിലും പൊള്ളിച്ചത് സമീപ ദിവസങ്ങളിലാണ്. ഇത്തരം ക്രൂരതകൾക്ക് അറുതി വേണമെന്ന കാര്യത്തിൽ ജനങ്ങൾക്കും സംശയമില്ല.